എന്തോ റെയിൻകോട്ടൊക്കെ ഇട്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ചേട്ടാ ഡാർക്ക് വെബിൽ കയറാം. ഡാർക്ക് വെബിൽ കയറാനാണോ ഈ ബിൽഡപ്പ് ഒക്കെ? ഡാർക്ക് വെബിൽ കയറാൻ ഈ ബിൽഡപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇല്ല. അതൊരു നിരോധിത പ്ലാറ്റ്ഫോമുമല്ല. ആർക്കും സാധാരണ പോലെ വളരെ ലളിതമായി സന്ദർശിക്കാവുന്ന ഒരു ഇന്റർനെറ്റ് മേഖല തന്നെയാണ് ഡാർക്ക് വെബ്. 3 മേഖലകളാണ് ഇന്റർനെറ്റിൽ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, സ്വകാര്യത ഒട്ടുമില്ലാത്ത, ആരും ട്രാക്ക് ചെയ്യപ്പെടാവുന്ന സർഫസ് വെബ്. രണ്ടാമത് ഡീപ് വെബ്. പൊതുപ്രവേശനം നിഷിദ്ധമാണ്. ബാങ്ക് പാസ്വേഡുകളും ഭരണകൂട രഹസ്യവിവരങ്ങളുമൊക്കെയാണ് അവിടെ സൂക്ഷിക്കുന്നത്. മൂന്നാമത്തെ സ്ഥലം ഡാർക്ക് വെബ്. ആർക്കും കയറി ചെല്ലാം, പക്ഷേ സ്വകാര്യതയാണ് അവിടെ പ്രധാനം. സാധാരണ കമ്പ്യൂട്ടറും ഫോണും ഒക്കെ ഉപയോഗിച്ച് ഡാർക്ക് വെബിൽ കയറാം. ദ ഒനിയൻ റൂട്ടർ എന്ന ടോർ ബ്രൗസർ ഉപയോഗിച്ചാണ് ഡാർക്ക് നെറ്റിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ വിൻഡോസിലും ആൻഡ്രോയിഡിലും iOSലും ഒക്കെ ലഭ്യമാണ്. ഡക്ഡക്ഗോയാണ് ഡാർക്ക് നെറ്റിലെ പ്രധാന സെർച്ച് എഞ്ചിൻ. സർഫസ് നെറ്റിൽ കിട്ടുന്ന എല്ലാ സൈറ്റുകളും ഡാർക്ക് നെറ്റിൽ ലഭ്യമാണ്. പക്ഷേ .com എന്നതിന് പകരം .onion എന്നാകും. ഫേസ്ബുക്കും ഇൻസ്റ്റയും ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഡാർക്ക് വെബിലും ലഭിക്കും. സാധാരണ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയുമാകാം. പിന്നെന്താണ് വ്യത്യാസമെന്നല്ലേ? ഡാർക്ക് നെറ്റ് സ്വകാര്യ ഇടമാണ്, രഹസ്യ സങ്കേതം. കയറുന്ന ആരെയും ട്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ് പ്രത്യേകത. ഏത് IP ആണ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയില്ല. അതായത് ടോറിൽ കയറി ഒരു വെബ്സൈറ്റിലേക്ക് പോയാൽ പല രാജ്യങ്ങളിലുള്ള IP അഡ്രസ്സുകളും സെർവറുകളും മാറ്റിയാകും ഡാർക്ക് നെറ്റിന്റെ സഞ്ചാരം. സെൻസർഷിപ്പുകളെ മറികടക്കാനും മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും രഹസ്യരേഖകൾ കൈമാറാനുമൊക്കെ ഡാർക്ക് വെബ് ഉപയോഗിക്കാറുണ്ട്. അതീവ രഹസ്യ ഇടപാടുകൾക്ക് സുരക്ഷിതമായ സ്ഥലം. ഇതുതന്നെയാണ് രഹസ്യ ഇടപാടുകാർക്കും അധോലോക സംഘങ്ങൾക്കും ഡാർക്ക് നെറ്റ് സുരക്ഷിത താവളമാകുന്നത്. അവിടെ ആയുധ കച്ചവടമുണ്ട്, മയക്കുമരുന്ന് വ്യാപാരമുണ്ട്, അശ്ലീല വ്യാപാരവുമുണ്ട്, എല്ലാത്തരം വിധ്വംസക പ്രവർത്തനങ്ങളുമുണ്ട്. പക്ഷേ അവിടെ കയറിപ്പറ്റുന്ന എല്ലാവർക്കും ഈ അധോലോകത്തേക്ക് എത്താനുമാവില്ല. അതിനൊക്കെ പ്രത്യേകം വെബ്സൈറ്റുകളുണ്ട്. പരിചയമില്ലാത്തവർക്ക് ഒരുപാട് ചതിക്കുഴികളും ഡാർക്ക് വെബിലുണ്ട്. വ്യാജ സൈറ്റുകളുടെയും തട്ടിപ്പുകാരുടെയും സങ്കേതം കൂടിയാണ്. കബളിപ്പിക്കപ്പെട്ടാൽ വഞ്ചിച്ചവരുടെ പൊടി പോലും കണ്ടെത്താൻ കഴിയില്ല. പെട്ടാൽ പെട്ടുപോകും. അടുത്തിടെ തിരുവനന്തപുരത്ത് വ്യാജ ബോംബ് ഭീഷണികളുടെ ഒരു പരമ്പര തന്നെയുണ്ടായി. ആ സന്ദേശങ്ങൾ അയച്ചത് ആരെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിന് കാരണം ആ ഇമെയിൽ സന്ദേശങ്ങളെല്ലാം അയച്ചിരിക്കുന്നത് ഡാർക്ക് വെബിൽ നിന്നാണ്. ട്രാക്ക് ചെയ്യാൻ പാടാണ്. ഇതൊക്കെ തന്നെയാണ് ഡാർക്ക് വെബുകൾ ഉണ്ടാക്കുന്ന തലവേദന. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.